വടക്കേ മലബാറിന്റെ മണ്ണിൽ ഇന്നും ചോരയുടെയും പകയുടെയും ഗന്ധമുള്ളൊരു ഇതിഹാസമുണ്ട്. ഇരുളിന്റെ മറവിൽ ചതിയിലൂടെ വെട്ടിനുറുക്കപ്പെട്ടിട്ടും മരണത്തിനുപോലും തോൽപ്പിക്കാൻ കഴിയാതിരുന്ന ഒരു യോദ്ധാവിന്റെ വീരഗാഥ. സ്വന്തം അച്ഛനാൽ വീടിന്റെ പടിയിറക്കപ്പെട്ട് അപമാനങ്ങൾ സഹിച്ച് നാടുവിട്ട് ഒടുവിൽ യുദ്ധക്കളത്തിൽ ചോര ചിന്തി മരിച്ചവൻ. അവനാണ് കളരിപ്പയറ്റിൽ അഗ്രഗണ്യനായ മാങ്ങാട്ട് മണ്ടപ്പൻ. പിന്നീട് വടക്കേ മലബാറിന്റെ കാവൽ ദൈവമായി മാറിയ സാക്ഷാൽ കതിവന്നൂർ വീരൻ. മാങ്ങാട്ടില്ലത്തെ കുമരന്റെ മകനായി ജനിച്ച മണ്ടപ്പൻ ചെറുപ്പം മുതലേ ആയുധങ്ങളെ ജീവനു തുല്യം സ്നേഹിച്ചൊരു പോരാളിയായിരുന്നു. ഇല്ലത്തെ കാര്യങ്ങൾ നോക്കുന്നതിന് പകരം തന്റെ പ്രിയപ്പെട്ട വില്ലുമേന്തി കൂട്ടുകാരോടൊപ്പം എപ്പോഴും കാട്ടിൽ നായാട്ടിനു പോയിരുന്ന അവനെ അച്ഛന് തീരെ ഇഷ്ടമായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം നായാട്ട് കഴിഞ്ഞ് വൈകി വീട്ടിലെത്തിയ മണ്ടപ്പന് നേരെ അച്ഛന്റെ കോപം അണപൊട്ടി. ദേഷ്യം സഹിക്കാൻ കഴിയാതെ അച്ഛൻ കുമരൻ മണ്ടപ്പന്റെ പ്രിയപ്പെട്ട ആ വില്ല് വലിച്ചെടുത്ത് ഒറ്റയടിക്ക് രണ്ടായി ഒടിച്ചുകളഞ്ഞു. തന്റെ ജീവനായ ആയുധം കൺമുന്നിൽ വെച്ചു തകർന്നത് കണ്ട മണ്ടപ്പന്റെ ഹൃദയം തകർന്നുപോയി. ആ വലിയ അപമാനം അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. തന്റെ ബാക്കിയുള്ള ആയുധങ്ങളും എടുത്ത് ജനിച്ചു വളർന്ന വീടിന്റെ പടിയിറങ്ങാൻ അവൻ തീരുമാനിച്ചു. കൊടും കാടുകളും വന്യമൃഗങ്ങൾ നിറഞ്ഞ മലനിരകളും താണ്ടി ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ അവൻ കുടകിലെത്തി. അവിടെ തന്റെ അമ്മാവന്റെ കൂടെ അവനൊരു പുതിയ ജീവിതം തുടങ്ങി. കഠിനമായി അധ്വാനിച്ചും കൃഷി നോക്കി നടത്തിയും അവൻ അവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി മാറി. ആ നാട്ടിൽ വെച്ചാണ് അവൻ ചെമ്മരതി എന്ന സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നത്. പരസ്പരം ഇഷ്ടത്തിലായ അവർ വൈകാതെ തന്നെ വിവാഹിതരായി. എന്നാൽ മണ്ടപ്പന്റെ ആ സന്തോഷം അധികനാൾ നീണ്ടുനിന്നില്ല. വിധി അവനെ തേടി വീണ്ടുമെത്തി. പെട്ടെന്നൊരു രാത്രിയിൽ കുടക് പടയാളികൾ വലിയൊരു സന്നാഹത്തോടെ ആ നാട് ആക്രമിക്കാനെത്തി. നാടാകെ തീയും പുകയും നിറഞ്ഞു. തന്റെ പുതിയ നാടിനെയും പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കാൻ മണ്ടപ്പൻ ഒറ്റയ്ക്ക് തന്റെ വാളെടുത്തിറങ്ങി. അക്ഷരാർത്ഥത്തിൽ ഒരു കൊടുങ്കാറ്റ് പോലെ അവൻ ശത്രുക്കൾക്കിടയിലേക്ക് പാഞ്ഞുകയറി. അവന്റെ വാളിന്റെ വേഗതയ്ക്ക് മുൻപിൽ ശത്രുക്കൾ ഒന്നൊന്നായി വെട്ടേറ്റു വീണു. യുദ്ധം ജയിച്ച് ദേഹം മുഴുവൻ ശത്രുക്കളുടെ ചോരയുമായി വീട്ടിലെത്തിയപ്പോഴാണ് അവൻ ആ വലിയ സത്യം മനസ്സിലാക്കുന്നത്. തന്റെ ഭാഗ്യചിഹ്നമായ പ്രിയപ്പെട്ട സ്വർണമോതിരം യുദ്ധക്കളത്തിലെവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതൊരു വലിയ ദുർനിമിത്തമാണെന്നും ഇനി ആ യുദ്ധക്കളത്തിലേക്ക് തിരികെ പോകരുതെന്നും ഭാര്യ ചെമ്മരതി അവനെ കരഞ്ഞുകൊണ്ട് തടഞ്ഞു. എന്നാൽ ഒരു യോദ്ധാവിന്റെ അഭിമാനം അവിടെ അവനെ തോൽപ്പിച്ചു. ഭാര്യയുടെ വാക്കുകൾ കേൾക്കാതെ തന്റെ മോതിരം തിരയാനായി അർദ്ധരാത്രിയിൽ അവൻ ഒറ്റയ്ക്കായി യുദ്ധക്കളത്തിലേക്ക് മടങ്ങി. കഴുകന്മാർ വട്ടമിട്ടു പറക്കുന്ന ഇരുളടഞ്ഞ ആ യുദ്ധക്കളത്തിൽ മണ്ടപ്പനെ കാത്തു വഞ്ചകരായ ശത്രുക്കൾ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. നേർക്കുനേർ നിന്ന് പോരാടാൻ ഭയന്ന അവർ ഇരുളിന്റെ മറവിൽ അവന് വലഞ്ഞു. പിന്നിൽ നിന്നും വന്ന ശത്രുക്കൾ അവനെ ചതിയിലൂടെ വെട്ടിവീഴ്ത്തി. നിലത്തുവീണ ആ വീരന്റെ ശരീരം അവർ ക്രൂരമായി പല കഷ്ണങ്ങളാക്കി നുറുക്കി. തന്റെ പ്രിയപ്പെട്ടവന് സംഭവിച്ച ദുരന്തമറിഞ്ഞോടിയെത്തിയ ഭാര്യ ചെമ്മരതി വെട്ടിനുറുക്കപ്പെട്ട ആ ശരീരം കണ്ട് അലറിക്കരഞ്ഞു. ദുഃഖം സഹിക്കാൻ കഴിയാതെ അവൾ ഭർത്താവിനായി വലിയൊരു ചിതയൊരുക്കി. ആ ചിതയിലെ ആളിക്കത്തുന്ന തീയിലേക്ക് അവൾ എടുത്തുചാടി ജീവനൊഴുതി. എന്നാൽ മാങ്ങാട്ട് മണ്ടപ്പൻ എന്ന പോരാളി അവിടെ അവസാനിച്ചില്ല. വഞ്ചകരോട് പ്രതികാരം ചെയ്യാൻ ആ അഗ്നിയിൽ നിന്നും അവൻ ഉയർത്തെഴുന്നേറ്റു. ആയുധങ്ങൾ നഷ്ടപ്പെട്ട തന്റെ ഉടലിനു പകരം പുതിയ ദിവ്യായുധങ്ങളും ഭയാനകമായ രൂപവുമായി വടക്കേ മലബാറിന്റെ മണ്ണിലേക്ക് കാവൽ ദൈവമായി അവതരിച്ചു. സാക്ഷാൽ കതിവന്നൂർ വീരൻ. ചതിയിലൂടെ കൊന്നാലും തോൽക്കാൻ തയ്യാറല്ലാത്ത ഈ വീരന്റെ കഥ നിങ്ങൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.